ഹലോ, ഇന്ന് നമുക്ക് നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം വീട്ടിലെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് അരി കുതിർക്കുകയോ അരയ്ക്കുകയോ ഒന്നും ചെയ്യാതെ അരിപ്പൊടി കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പാലപ്പമാണ്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പവുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ ഈ പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണിത്. ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സിയിൽ നമ്മൾ അടിക്കുമ്പോൾ ഒന്ന് കറങ്ങി കിട്ടുന്ന ആ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് നീട്ടിയെടുക്കാം. ഏകദേശം ഒരു കപ്പ് വെള്ളത്തോളം ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ആ ഒരു കപ്പോളം വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചാണ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ മിക്സി ഓൺ ചെയ്യുമ്പോൾ ഇത് ഒന്ന് വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് ലിക്വിഡിൻ്റെ ആ ഒരു പരുവത്തിലായി കിട്ടണം കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പോളം തേങ്ങ ചിരകിയതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ചോറ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ള ചോറുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും. പിന്നെ നിങ്ങളുടെ കയ്യിൽ ചോറില്ല എന്നുണ്ടെങ്കിൽ, ചോറെല്ലാവരുടെയും കയ്യിൽ കാണുമെങ്കിലും വെള്ള ചോറില്ലെങ്കിൽ നമ്മുടെ വെളുത്ത അവലാണെങ്കിലും ഒരല്പം വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം ഒരു 2 സ്പൂൺ അവൽ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ്. ഈ ഈസ്റ്റ് ചേർക്കാതെയൊക്കെ ഒത്തിരി പേര് റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാനും എൻ്റെ പഴയ ചാനലിൽ ഈസ്റ്റ് ചേർക്കാതെ ഉഴുന്ന് ചേർത്ത് അരച്ചൊക്കെ പാലപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ എളുപ്പത്തിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തയ്യാറാക്കുന്ന ഒരു പാലപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണാണ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളിപ്പം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ ഈ പഞ്ചസാര ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ ഇത് പൊങ്ങി കിട്ടും. നമ്മളിപ്പോൾ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ചേർത്തിട്ടുള്ളത് കൊണ്ട് അതൊന്ന് ആക്ടിവേറ്റ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കി നമുക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പൊങ്ങിയൊക്കെ വന്നതിന് ശേഷം പഞ്ചസാര ഇതിലേക്ക് ചേർക്കാം. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ മിക്സ് ടൈറ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഒരു മാവായിട്ടാണ് ഇതിപ്പോൾ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, കുറച്ച് തിക്കായിട്ടാണ്. ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. പിന്നെ നിങ്ങൾ പാലപ്പത്തിനൊക്കെയുള്ള മാവ് കുഴച്ച് വെക്കുമ്പോൾ എപ്പോഴും കുറച്ച് വലിപ്പമുള്ള ഒരു പാത്രം എടുക്കണം കേട്ടോ. ഇത് ഇനി പൊങ്ങി നമ്മൾ ഈ കുഴച്ച് വെച്ചതിൻ്റെ ഇരട്ടിയിലധികം പൊങ്ങി വരും. അപ്പം അത് പുറത്തോട്ട് പൊങ്ങി ചാടാതിരിക്കാനായിട്ട് കുറച്ച് വലിപ്പമുള്ള പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ നമ്മളുടെ മിക്സി കഴുകി ഒരു 1/4 കപ്പ് വെള്ളത്തോളം കൂടുതൽ ഇതിലേക്കൊന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ പാലപ്പത്തിൻ്റെ മാവെന്ന് പറഞ്ഞാൽ കുറച്ച് ലൂസായിട്ടുള്ള മാവാണ് കേട്ടോ. ഒത്തിരി അങ്ങ് കട്ടിയിലല്ല നമ്മളിത് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാനിവിടെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് അടച്ച് ഒരു 6 മണിക്കൂർ ഒന്ന് പൊങ്ങി വരുന്നതിന് വേണ്ടി വെക്കണം. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണിത് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇത് പൊങ്ങി കഴിഞ്ഞതിന് ശേഷം ഒരല്പം ഇളം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നീട്ടിയെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂണിനടുത്ത് ഈസ്റ്റ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരു 5-6 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് പൊങ്ങിക്കിട്ടും. നിങ്ങൾക്ക് സമയം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തതിന് പകരം ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ആണെങ്കിലും ഇതിലേക്ക് ചേർത്താൽ മതി. അപ്പം പക്ഷേ ഒരു 7-8 മണിക്കൂറെങ്കിലും ഇത് പൊങ്ങി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം നമുക്കിനി ഇതൊരു 6 മണിക്കൂറിന് ശേഷം ഇതെങ്ങനെയായെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 6 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. നോക്കിയാൽ കാണാം ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചതിൻ്റെ ഇരട്ടിയിലധികം ആയിട്ടുണ്ട്. ഇതിലേക്ക് ഈ സമയം നമുക്കൊരല്പം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാലപ്പത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് കൂടി നമുക്കൊന്ന് വെച്ചതിന് ശേഷം ഇത് അപ്പമാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ നിങ്ങൾ അപ്പം ആക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്
കുറച്ച് ടൈറ്റായിട്ടാണ്, ഇതിൽ ഒരല്പം കൂടി ലൂസായിട്ടാണ് നമ്മുടെ പാലപ്പത്തിൻ്റെ മാവ് വേണ്ടത്. അപ്പം ചെറു ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരല്പം കൂടി ഒന്ന് നീട്ടിയെടുക്കണം. നമുക്ക് ഏതായാലും ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം അപ്പമാക്കിയെടുക്കാം. ഇപ്പോൾ ഒരല്പസമയം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി പാലപ്പം തയ്യാറാക്കിയെടുക്കാം. ഞാൻ ആ മാവിലേക്ക് ഒരല്പം പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു പാലപ്പത്തിൻ്റെ ചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് മാവ് ഒഴിച്ച് ചുറ്റിച്ചെടുക്കണം. ഏകദേശം ഒരു 1.5 തവിയോളം മാവാണ് ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു അല്പസമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അടുപ്പിൽ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം, മീഡിയം ടു ലോ ഫ്ലെയിമിൽ കേട്ടോ. ഇപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഏകദേശം ഒരു 10-40 സെക്കൻഡ് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോൾ നമ്മുടെ അപ്പം തയ്യാറായി കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് കൊണ്ടുകൂടി ഒന്ന് അപ്പം തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പാലപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ്, നല്ല പൂ പോലെയുള്ള പാലപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇനിയും തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മറക്കാതെ അന്നൂസ് റെസിപ്പീസ് എന്നുള്ള എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.